നമ്മൾ സാധാരണ പറയുന്ന രാഷ്ട്രീയം വിട്ട് എന്ന് പറയുന്നത് ഭൂമിയിലെ ഏറ്റവും വില പിടിച്ച ഒരു മഷ്റൂമിനെ കുറിച്ചാണ്. ഒരു മഷ്റൂമിന് ചിലപ്പോൾ നിങ്ങൾ കിലോയ്ക്ക് 100 രൂപ കൊടുത്തേക്കാം, 200 രൂപ, 1000 രൂപ, 10,000 രൂപ. പക്ഷെ ഒരു കിലോയ്ക്ക് $50,000 വില വരുന്ന ഒരു മഷ്റൂമിനെ കുറിച്ചാണ് ഞാനിന്ന് പറയുന്നത്. ഹിമാലയത്തിൽ വളരുന്ന ഈ മഷ്റൂം പക്ഷെ യഥാർത്ഥത്തിൽ ഒരു കൂണല്ല, അതൊരു ജീവിയാണ്. സോ ഈ ജീവി എങ്ങനെയാണ് മഷ്റൂമായി മാറുന്നത്, എന്തുകൊണ്ടാണ് ഈ കൂണിന് $50,000 ഒരു കിലോയ്ക്ക് വില വരുന്നത്, അതിന്റെ ഗുണങ്ങൾ എന്തൊക്കെയാണ്, ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് നമ്മളിന്ന് പറയുന്നത്. ഹിമാലയത്തിൽ ഒരു മഷ്റൂം ഉണ്ട്. അത് പകുതി ജന്തുവാണ്, പകുതി സസ്യമാണ്. അതിന്റെ ജീവിതം തുടങ്ങുന്നത് ഒരു പുഴുവായാണ്. 4000 മീറ്റർ ഉയരത്തിലെ ആൽപൈൻ പുൽമേടുകളിൽ മണ്ണിന്റെ ഇടയിൽ കുഴിച്ചിറങ്ങി കഠിനമായ ഹിമാലയൻ ശൈത്യകാലത്തെ അതിജീവിച്ച് അത് ജീവിക്കുന്നു. പക്ഷേ അതിനെ ഒരു ഫംഗസ് കണ്ടെത്തുന്നു. അതിന്റെ ശരീരത്തിലേക്ക് ആ ഫംഗസ് കടന്നു കയറുന്നു. അതിന്റെ അകത്തു നിന്ന് തന്നെ ആ ജീവിയെ ഭക്ഷണമാക്കുന്നു. പുഴുവിന്റെ മാംസം പതുക്കെ ഫംഗൽ കോശങ്ങളാൽ മാറ്റിസ്ഥാപിക്കപ്പെടുന്നു. അവസാനം ആ പുഴു ഒരു പുഴുവല്ലാതായി മാറുന്നു. അത് ഒരു ചത്തപ്രാണിയെ വസ്ത്രം പോലെ ധരിച്ച ഒരു കൂണായി മാറുന്നു. ടിബറ്റുകാർ ഇതിനെ യർസഗംബു എന്നാണ് വിളിക്കുന്നത്. ശൈത്യകാലമായി മാറുന്ന പുല്ലായി മാറുന്ന ശൈത്യകാലം എന്നർത്ഥം. ലോകം അതിനെ വിളിക്കുന്നത് ഭൂമിയിലെ ഏറ്റവും വിലയേറിയ ജൈവ വസ്തു എന്നാണ്. സ്വർണത്തേക്കാൾ വില, ട്രഫിലിനേക്കാൾ വില, ഗ്രാം കണക്കിന് നോക്കിയാൽ കൊക്കൈനേക്കാളും വില. 1 കിലോഗ്രാം മികച്ച ഇനം യർസഗുംബ വിൽക്കുന്നത് $50,000 വിലയ്ക്കാണ്, 1 കിലോയ്ക്ക്. ഒഫിയോകോഡിസെപ്സ് സിനൻസിസ് എന്നറിയപ്പെടുന്ന യർസഗുംബ നേപ്പാൾ, ടിബറ്റ്, ഭൂട്ടാൻ, ഇന്ത്യയിലെ ഉത്തരാഖണ്ഡ്, ഹിമാചൽ പ്രദേശ്, സിക്കിം എന്നിവിടങ്ങളിലെ ഉയർന്ന പ്രദേശങ്ങളിലെ പുൽമേടുകളിൽ ജീവിക്കുന്ന ഗോസ്റ്റ് മോത്ത് പുഴുക്കളെ ബാധിക്കുന്ന ഒരു പരാത ഫംഗസാണ്. ഈ ഫംഗസ് പുഴുവിനെ മണ്ണിനടിയിൽ വെച്ച് കൊല്ലുന്നു, മമ്മിയാക്കി മാറ്റുന്നു. പിന്നെ വസന്തകാലത്ത് മണ്ണിലൂടെ വിരൽ പോലെയുള്ള ഒരു ഫ്രൂട്ടിംഗ് ബോഡി ഭൂമിയുടെ മുകളിലേക്ക് അയക്കുന്നു. ഇതിനാണ് ലോകം മുഴുവൻ വൻ ഡിമാൻഡ്. ഇത് ശേഖരിക്കുന്നവർ ആൽപീൻ പുൽമേടുകളിൽ മുട്ടുകുത്തി ഇഴഞ്ഞ് മണ്ണിൽ നിന്ന് പുറത്തു വരുന്ന ചെറിയ തവിട്ട് നിറത്തിലുള്ള ആ ഫ്രൂട്ടിംഗ് ബോഡിയുടെ മുനയെയാണ് തിരയുന്നത്. നൂറ്റാണ്ടുകളായി ടിബറ്റൻ, ചൈനീസ് ആയുർവേദ ചികിത്സകളിൽ ഇത് ഉപയോഗിച്ചു വരുന്നു. ക്ഷീണം, വൃക്കരോഗം, ശ്വാസകോശ പ്രശ്നങ്ങൾ, ലൈംഗിക ദൗർബല്യം എന്നിവയ്ക്ക് പരമ്പരാഗതമായി നിർദ്ദേശിക്കപ്പെടുന്ന ഒരു വസ്തുവാണ് യർസഗുംബ. ഇത് തന്നെയാണ് ഈ മഷ്റൂമിന് ഇത്ര വില വരാനുള്ള കാരണവും. ആ മാജിക്കൽ വേർഡ്, സെക്ഷൽ സ്റ്റിമുലേറ്റർ, ലൈംഗിക ദൗർബല്യം പരിഹരിക്കാനുള്ള വസ്തു. ലോകമാകമാനം ഇപ്പോൾ ഈ വസ്തു അറിയപ്പെടുന്നത് ഹിമാലയൻ വയാഗ്ര എന്നാണ്. ഇതിനാണെങ്കിൽ ആവശ്യക്കാർ ധാരാളവും. 1990കളിൽ യർസഗുംബ 1 കിലോയ്ക്ക് $100 കുറവിനായിരുന്നു വിറ്റിരുന്നത്. 2008 ആയപ്പോഴേക്കും ഇത് $10,000 കടന്നു. ഇന്ന് ടിബറ്റിൽ നിന്നുള്ള ഏറ്റവും മികച്ച ഇനം ചൈനീസ് ആഡംബര വിപണിയിൽ 1 കിലോയ്ക്ക് $50,000 വരെ വിലയ്ക്ക് വിൽക്കപ്പെടുന്നു. പക്ഷേ ഈ യർസഗുംബ കണ്ടെത്തുന്നത് ലക്ഷറി ട്രേഡേഴ്സ് അല്ല, നമ്മെ പോലുള്ള, നമ്മളെക്കാളും സാധാരണക്കാരായ പാവപ്പെട്ട ഹിമാലയൻ ആളുകളാണ് ഇത് കണ്ടെത്തുന്നത്, വളരെ കഠിനമായ പരിശ്രമത്തിലൂടെ. നേപ്പാളിലെ മലയോര ഗ്രാമീണർ, ടിബറ്റിലെ നാടോടി സമൂഹങ്ങൾ, ഉത്തരാഖണ്ഡ്, സിക്കിം എന്നിവിടങ്ങളിലെ ഗ്രാമീണർ, ഇവർക്ക് സാധാരണ കൃഷിയിൽ നിന്ന് വർഷത്തിൽ $500 താഴെയാണ് വരുമാനം. അവർക്കുള്ള ഏറ്റവും വലിയ വരുമാന മാർഗം കൂടിയാണ് യർസഗുംബ കണ്ടെത്തുക എന്ന പ്രക്രിയ. ഈ സമൂഹങ്ങൾക്ക് ഏപ്രിൽ മുതൽ ജൂൺ വരെയുള്ള 6 ആഴ്ചയിലെ ശേഖരണ കാലയളവ് വർഷത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട സാമ്പത്തിക സംഭവമായി മാറിയിരിക്കുന്നു. നേപ്പാളിലെ ഡോൾപ ജില്ലയിൽ ശേഖരണ സമൂഹങ്ങളിലെ കുടുംബ വരുമാനത്തിന്റെ 60%-ലധികം യർസഗുംബയിൽ നിന്നാണ് വരുന്നത്. ചില ടിബറ്റ് പ്രദേശങ്ങളിൽ ഇത് അതിലും കൂടുതലാണ്. ശേഖരണം വളരെ ദുഷ്കരമായ പ്രവൃത്തിയാണ്. അവർ അതിരാവിലെ എഴുന്നേൽക്കുന്നു. 4000 മുതൽ 5000 മീറ്റർ വരെ ഉയരത്തിലുള്ള വളരെ തണുത്തുറഞ്ഞ, രാത്രി താപനില 0-ൽ താഴെ വരുന്ന പുൽമേടുകളിലേക്ക് ശ്രമപ്പെട്ട് കയറുന്നു. തണുത്തുറഞ്ഞ മണ്ണിലൂടെ 8 മുതൽ 10 മണിക്കൂർ വരെ മുട്ടിലിഴഞ്ഞാണ് ഇവർ യർസഗുംബ ശേഖരിക്കുന്നത്. ഒരു നല്ല ദിവസമാണെങ്കിൽ 30 മുതൽ 40 വരെ പീസുകളാണ് കിട്ടുന്നത്. ശരിക്ക് ഇതിന് കിലോയ്ക്ക് $50,000 എന്ന് പറയുമ്പോൾ ഇത് വളരെ വലിയ ഒരു വരുമാനമാണെന്ന് കാണാം. പക്ഷെ യഥാർത്ഥ സ്ഥിതി ഇതിൽ നിന്നും തികച്ചും വിഭിന്നമാണ്. ഈ ഫംഗസ് ശേഖരിക്കുന്നയാളുടെ കയ്യിൽ നിന്ന് പ്രാദേശിക വ്യാപാരികൾ, പ്രാദേശിക ഇടനിലക്കാർ, അതിർത്തി കടത്തുന്നവർ, ചെൻഡു, ഷാങ്ഹായ് എന്നിവിടങ്ങളിലെ മൊത്തക്കച്ചവടക്കാർ എന്നിവരിലൂടെ കടന്നു പോകുമ്പോഴേക്കും കൂൺ ശേഖരിക്കുന്നയാൾക്ക് ലഭിക്കുന്നത് അന്തിമ വിപണി വിലയുടെ 20 മുതൽ 30% വരെ മാത്രമാണ്.
ബാക്കിയെല്ലാം അയാൾക്ക് ഒരു സ്വാധീനവുമില്ലാത്ത, കാണാൻ പോലും കഴിയാത്ത ഒരു വ്യാപാര ശൃംഖല ഏറ്റെടുക്കുന്നു. ശാരീരിക അപകട സാധ്യത ഏറ്റെടുക്കുന്നയാൾ എന്ന് വെച്ചാൽ ഉയരക്കൂടുതൽ മൂലമുള്ള രോഗങ്ങൾ, ഫ്രോസ്റ്റ് ബൈറ്റ്, കുത്തനെയുള്ള ഭൂപ്രദേശത്തെ വീഴ്ചകൾ, എതിരാളികളായ ശേഖകരുമായിട്ടുള്ള പ്രാദേശിക സംഘർഷം, ഇതെല്ലാം അതിജീവിക്കുന്നവർക്ക് ഏറ്റവും കുറച്ച് മൂല്യമാണ് ലഭിക്കുന്നത്. പക്ഷേ ഈ വരുമാനവും കുറഞ്ഞു വരികയാണ്. കാരണം കഴിഞ്ഞ 20 വർഷത്തിലേറെയായിട്ട് ഹിമാലയത്തിൽ നിന്നുള്ള എർസകുംബയുടെ അളവ് വളരെ കുറഞ്ഞു വരികയാണ് അത്രേ. ആൻഡ് വാട്ട് ഡിഫറൻസ് ഡസ് ഇറ്റ് മേക്ക് ടു അസ്? കേരളത്തിലിരുന്ന് പറയുന്ന നമ്മൾക്ക് ഇതിൽ നിന്ന് എന്ത് വ്യത്യാസമാണ് വരുന്നത്? നമ്മളെ എഫക്റ്റ് ചെയ്യുന്ന ഒരു കാര്യമാണ് ഇവിടെയും സംഭവിക്കുന്നത്. ഇപ്രാവശ്യം ഈ വേനൽക്കാലത്ത് ചൂടിൽ ഒലിച്ചുരുകി AC വെച്ചവരെ കൂടി ബാധിക്കുന്ന ഒരു കാര്യം അങ്ങ് ഒരു ഹിമാലയൻ ഗ്രാമത്തിലും സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ആദ്യത്തേത് എർസകുംബയുടെ അമിത ശേഖരണമാണ്. ഒരു കിലോയ്ക്ക് $50,000 വിലയുള്ള ഒരു വസ്തു മണ്ണിൽ ബാക്കി വെക്കുന്നത് പണം ഉപേക്ഷിച്ച് കളയുന്നത് പോലെയാണ് ശേഖകർക്ക് തോന്നുക. ശേഖകർ സീസണിന്റെ തുടക്കത്തിൽ തന്നെ പോയി ഫ്രൂട്ടിംഗ് ബോഡികൾ പാകമായി സ്പോർട്സ് പുറത്തുവിടുന്നതിന് മുമ്പ് തന്നെ എർസകുംബ ശേഖരിക്കും. ഇത് അടുത്ത വർഷം എത്ര പുഴുക്കൾ ബാധിക്കപ്പെടും എന്നതിന്റെ അളവിന് കുറക്കുന്നു. അവർ മുമ്പത്തേക്കാൾ താഴ്ന്ന ഉയരങ്ങളിൽ ശേഖരിക്കുന്നു. കൂടുതൽ ആളുകൾ പുൽമേടുകളിലേക്ക് വരുന്നു. ദശാബ്ദങ്ങൾ കൊണ്ട് മാത്രം വീണ്ടെടുക്കാൻ കഴിയുന്ന ദുർബലമായ ആൽപൈൻ മണ്ണ് ചവിട്ടിക്കുഴക്കുന്നു. രണ്ടാമത്തെ കാരണമാണ് ഞാൻ നേരത്തെ പറഞ്ഞ കാലാവസ്ഥാ വ്യതിയാനം. എർസകുംബയ്ക്ക് വളരെ ചെറിയ ഒരു പാരിസ്ഥിതിക സാഹചര്യമാണ് ആവശ്യമുള്ളത്. നിശ്ചിതമായ ഉയരം, നിശ്ചിതമായ താപനില, നിശ്ചിതമായ മണ്ണിലെ ഈർപ്പം. ഹിമാലയത്തിലെ താപനില മറ്റുള്ള സ്ഥലങ്ങളിലെയും പോലെ ഉയരുന്നതോടെ ആ പരിധി മുകളിലേക്ക് നീങ്ങുകയാണ്. ഏറ്റവും കൂടുതൽ എർസകുംബ ഉണ്ടായിരുന്ന പുൽമേടുകൾ ചൂടാകും തോറും ഫംഗസ് കൂടുതൽ ഉയരത്തിലേക്ക് പിൻവാങ്ങുന്നു. അവിടെ ഭൂപ്രദേശത്തിന്റെ ഉൽപാദനക്ഷമത കുറവും ശേഖരിക്കാൻ കൂടുതൽ ബുദ്ധിമുട്ടുള്ളതുമാണ്. ഈ രണ്ട് സമ്മർദ്ദങ്ങളും ഈ സമ്പ്രദായത്തിന്റെ നാശം പരസ്പരം വേഗത്തിലാക്കുകയാണ്. എർസകുംബ കുറയുന്തോറും ബാക്കിയുള്ളവ കൂടുതൽ തീവ്രമായി ശേഖരിക്കപ്പെടുന്നു. കൂടുതൽ തീവ്രമായി ശേഖരിക്കപ്പെടുന്തോറും എണ്ണം വേഗത്തിൽ കുറയുന്നു. ഒപ്പം കാലാവസ്ഥാ വ്യതിയാനങ്ങൾ വളരെ വലിയ ഒരു പങ്ക് വഹിക്കുന്നു. ഇനി കണക്കുകൾക്കപ്പുറം ഈ $50,000 വില വരുന്ന ഈ മഷ്റൂമിന് എന്താണ് മെഡിക്കൽ ബെനിഫിറ്റ്സ് ഉള്ളത്? ഇതിൽ പറയുന്നത് പോലെ ഈസ് ദിസ് ആക്ച്വലി ഹിമാലയൻ വയാഗ്ര? പരീക്ഷണങ്ങൾ ഒന്നും അത് കൃത്യമായി തെളിയിക്കുന്നില്ല എന്നതാണ് വാസ്തവം. പഠനങ്ങളുണ്ട്, പക്ഷെ മിക്കവയും ചെറുതാണ്. ഫംഗസിന് പകരം അതിൽ നിന്ന് വേർതിരിച്ചെടുത്ത സംയുക്തങ്ങളിലാണ് മിക്കതും നടത്തിയിട്ടുള്ളത്. കർശനമായ നിയന്ത്രണങ്ങളില്ലാതെ സജീവ സംയുക്തമായ കോഡിസെപ്റ്റിൻ ലബോറട്ടറി സാഹചര്യങ്ങളിൽ ജൈവിക പ്രവർത്തനം കാണിക്കുന്നുണ്ട്. മൃഗങ്ങളിലെ പഠനങ്ങൾ ചില പ്രതീക്ഷ നൽകുന്ന ഫലങ്ങൾ കാണിക്കുന്നു. പക്ഷെ എർസകുംബ കഴിക്കുന്നത് കായികക്ഷമത മെച്ചപ്പെടുത്തുന്നു, വൃക്കാരോഗം ചികിത്സിക്കുന്നു, അല്ലെങ്കിൽ ലൈംഗിക പ്രവർത്തനം മെച്ചപ്പെടുത്തുന്നു എന്ന് സ്ഥാപിക്കുന്ന ഏതെങ്കിലും ഗൗരവമേറിയ മെഡിക്കൽ റെഗുലേറ്റേഴ്സിനെ തൃപ്തിപ്പെടുത്തുന്ന നിലവാരത്തിലുള്ള വലിയ നൂറ്റാണ്ടുകളായുള്ള പരമ്പരാഗത വിശ്വാസത്തിലും ചൈനീസ് വെൽനസ് കമ്പനികളുടെ അറ്റാക്കിംഗ് വേ ഓഫ് മാർക്കറ്റിംഗിലും ദൗർലഭ്യത്തിന്റെ കാരണത്താലുമാണ് എർസകുംബയ്ക്ക് ഇത്രത്തോളം ഡിമാൻഡ് വരുന്നത്. ദാറ്റ് ഈസ് എ റിയാലിറ്റി ഓഫ് ദ വേൾഡ്. ദ 3-letter word, സെക്സ്. ഹിമാലയൻ വയാഗ്ര.